നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ത്യയും റഷ്യയും തമ്മിൽ അടുത്തിടെ പ്രാബല്യത്തിൽ വന്ന റെലോസ് കരാറിനെ കുറിച്ച് വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കരാർ പ്രകാരം ഇന്ത്യക്കും റഷ്യയ്ക്കും പരസ്പരം തങ്ങളുടെ സൈനികരെയും യുദ്ധക്കപ്പലുകളെയും പോർവിമാനങ്ങളെയും വിന്യസിക്കാനായിട്ട് സാധിക്കും. ഇത് വാർത്തകളിൽ നിറഞ്ഞതോടെ പലരുടെയും മനസ്സിൽ ഉയർന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. നാളെ ഇന്ത്യക്ക് പാകിസ്ഥാനുമായിട്ടോ ചൈനയുമായിട്ടോ ഒരു യുദ്ധമുണ്ടായാൽ റഷ്യൻ സൈന്യം അവരുടെ സന്നാഹങ്ങളുമായിട്ട് വന്ന് ഇന്ത്യക്ക് വേണ്ടി പോരാടുമോ? ഇതിനുള്ള ഉത്തരം വളരെ വ്യക്തമാണ്: ഇല്ല. റെലോസ് കരാർ പ്രകാരം ഇന്ത്യക്കോ റഷ്യയ്ക്കോ ഒരു മൂന്നാമത്തെ രാജ്യത്തെ ആക്രമിക്കാനായിട്ട് പരസ്പരം തങ്ങളുടെ സൈനിക താവളങ്ങളോ പ്രദേശങ്ങളോ ഉപയോഗിക്കാൻ കഴിയില്ല. ഇതൊരു മ്യൂച്വൽ ഡിഫൻസ് പാക്ട് അഥവാ സൈനിക സഖ്യമല്ല. നേറ്റോ രാജ്യങ്ങൾക്കിടയിലുള്ളതുപോലെ ഒരാളെ ആക്രമിച്ചാൽ അത് എല്ലാവരെയും ആക്രമിക്കുന്നതായിട്ട് കണക്കാക്കും എന്ന യാതൊരു വ്യവസ്ഥയും ഈ കരാറിലില്ല. ഇതൊരു ലോജിസ്റ്റിക്സ് കരാർ മാത്രമാണ്. എന്നാൽ നേരിട്ട് യുദ്ധം ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഒരു യുദ്ധമുണ്ടായാൽ ഈ കരാറ് ഇന്ത്യക്ക് നൽകുന്ന തന്ത്രപരമായ മുൻതൂക്കവും സഹായവും വളരെ വലുതാണ്. ഈ വീഡിയോയിൽ നമ്മൾ റെലോസ് കരാറിൻ്റെ എല്ലാ സാങ്കേതിക വശങ്ങളും, യുദ്ധസമയത്തെ ഇതിൻ്റെ ഗുണങ്ങളും, ചൈനയുമായുള്ള റഷ്യയുടെ ബന്ധവും, ഈ കരാർ എത്രത്തോളം കർശനമാണ് എന്നതിനെക്കുറിച്ചുമുള്ള വളരെ വിശദമായിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് എഗ്രിമെൻ്റ് എന്നാണ് റെലോസിൻ്റെ പൂർണ്ണ രൂപം. ഇന്ത്യക്ക് അമേരിക്ക, ഫ്രാൻസ്, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് സമാനമായ ലോജിസ്റ്റിക്സ് കരാറുകളുണ്ട്. എന്നാൽ റഷ്യയുമായിട്ടുള്ള ഈ കരാർ വളരെ സവിശേഷമാണ്. കാരണം റഷ്യയുടെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് തന്നെ. ഇത് പ്രധാനമായിട്ടും സമാധാന സമയത്തും സൈനിക പരിശീലന സമയത്തും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളിലെയും സൈന്യങ്ങൾക്ക് പരസ്പരം പിന്തുണ നൽകാൻ വേണ്ടിയുള്ളതാണ്. കരാറിലെ പ്രധാന വ്യവസ്ഥകൾ ഇങ്ങനെയാണ്: പരമാവധി 3000 സൈനികർ, 5 യുദ്ധക്കപ്പലുകൾ, 10 യുദ്ധവിമാനങ്ങൾ എന്നിവയ്ക്ക് ഒരേ സമയം പങ്കാളി രാജ്യത്ത് വിന്യസിക്കപ്പെടാം. വിദേശത്ത് പോകുന്ന കപ്പലുകൾക്ക് പോർട്ട് സേവനങ്ങൾ, അറ്റകുറ്റപ്പണികൾ, കുടിവെള്ളം, ഭക്ഷണം എന്നിവ ലഭിക്കും. വിമാനങ്ങൾക്ക് എയർ ട്രാഫിക് കൺട്രോൾ, ഏവിയേഷൻ ഇന്ധനം, സുരക്ഷിതമായ പാർക്കിംഗ്, നാവിഗേഷൻ ഡാറ്റ എന്നിവ ലഭ്യമാകും. ഈ സേവനങ്ങളെല്ലാം തികച്ചും സൗജന്യമല്ല. ഉപയോഗിക്കുന്ന ഇന്ധനത്തിനും മറ്റ് സേവനങ്ങൾക്കും കൃത്യമായ പണം നൽകുകയോ അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്ത് വെച്ച് പകരമായിട്ട് സമാന സേവനങ്ങൾ നൽകുകയോ വേണം. പാകിസ്ഥാനുമായ ചൈനയുമായ യുദ്ധമുണ്ടായാൽ ഇത് ഇന്ത്യയെ എങ്ങനെ സഹായിക്കും? റഷ്യ ഇന്ത്യക്ക് വേണ്ടി നേരിട്ട് വെടിയുതിർക്കില്ല എന്നുണ്ടെങ്കിലും യുദ്ധമുഖത്ത് ഈ കരാർ എങ്ങനെ ഗെയിം ചേഞ്ചർ ആകും എന്നൊന്ന് നോക്കാം. ഒന്നാമത്, റഷ്യൻ ആയുധങ്ങളുടെ അതിവേഗ മെയിൻ്റനൻസ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ കൈവശമുള്ള ആയുധങ്ങളിൽ നല്ലൊരു ശതമാനവും, ഉദാഹരണത്തിന് സുഖോയ് 30 MKI, T-90 ടാങ്കുകൾ, കിലോ ക്ലാസ് അന്തർവാഹിനികൾ, ഇതെല്ലാം റഷ്യൻ നിർമ്മിതമാണ്. ഒരു യുദ്ധമുണ്ടായാൽ സ്വാഭാവികമായിട്ടും ഇവയ്ക്ക് വേഗത്തിൽ അറ്റകുറ്റപ്പണികൾ ആവശ്യമായിട്ട് വരും. റെലോസ് കരാർ വഴി ഇന്ത്യൻ വിമാനങ്ങൾക്ക് റഷ്യൻ വ്യോമത്താവളങ്ങളിൽ ഇറങ്ങി വേഗത്തിൽ സ്പെയർ പാർട്സുകൾ മാറ്റാനോ അല്ലെങ്കിൽ റഷ്യൻ സാങ്കേതിക വിദഗ്ധർക്ക് ഇന്ത്യയിലെ സൈനിക താവളങ്ങളിലെത്തി നേരിട്ട് സർവീസ് നടത്താനോ സാധിക്കും. മുൻകാലങ്ങളിൽ ഇത്തരം കാര്യങ്ങൾക്ക് വലിയ ബ്യൂറോക്രാറ്റിക് കടമ്പകൾ കടക്കണമായിരുന്നു. എന്നാൽ റെലോസ് വഴി ഇത് വളരെ എളുപ്പവും വേഗത്തിലും ആകും. ചൈനയുമായി ഒരു കടൽ യുദ്ധമുണ്ടാകുന്ന സാഹചര്യം സങ്കല്പിക്കുക. പസഫിക് സമുദ്രത്തിലോ ദക്ഷിണ ചൈന കടലിലോ ഇന്ത്യൻ നാവികസേനയ്ക്ക് വളരെ ദീർഘകാലം നിലയുറപ്പിക്കേണ്ടതായിട്ട് വരും. ഇത്തരം സാഹചര്യങ്ങളിൽ ഇന്ധനത്തിനും ഭക്ഷണത്തിനുമായിട്ട് ഇന്ത്യയിലേക്ക് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ തിരികെ സഞ്ചരിക്കുന്നത് അപ്രായോഗികമാണ്. എന്നാൽ റെലോസ് ഉള്ളതുകൊണ്ട് റഷ്യയുടെ വ്ളാഡിവോസ്റ്റോക്ക് പോലെയുള്ള തുറമുഖങ്ങളിൽ കയറി ഇന്ത്യൻ കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കാനും തകരാറുകൾ പരിഹരിക്കാനും സാധിക്കും. ഇത് കപ്പലുകളെ കൂടുതൽ സമയം യുദ്ധമുഖത്ത് നിർത്താനായിട്ട് സഹായിക്കും. പിന്നെ നമുക്ക് ലഭിക്കുന്ന വലിയൊരു നേട്ടമാണ് ആർട്ടിക് മേഖലയിലെ ആധിപത്യം. ഇന്ത്യക്ക് മറ്റേതൊരു പാശ്ചാത്യ രാജ്യവും നൽകാത്ത ഒരു വലിയ ആനുകൂല്യമാണിത്. വരും കാലങ്ങളിൽ ലോക വ്യാപാരത്തിൻ്റെ സ്ഥിരാകേന്ദ്രമാകാൻ പോകുന്ന ആർട്ടിക് സമുദ്രത്തിലെ മർമാൻസ്ക് ഉൾപ്പെടെയുള്ള താവളങ്ങളിൽ ഇന്ത്യക്ക് പ്രവേശനം ലഭിക്കും. ചൈനയ്ക്കും പാകിസ്ഥാനുമെതിരെ ഇത് ഇന്ത്യക്ക് വലിയൊരു തന്ത്രപരമായ മുൻതൂക്കവും നൽകും. അതുപോലെ ഇതൊരു ഏകപക്ഷീയമായ കരാറല്ല. ഇന്ത്യയെ പോലെ തന്നെ റഷ്യയ്ക്കും ഈ കരാർ വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ കാരണങ്ങൾ, ഒന്നാമത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സാന്നിധ്യം തന്നെയാണ്. റഷ്യൻ നാവികസേനയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്വന്തമായിട്ട് താവളങ്ങളില്ല. അവരുടെ കപ്പലുകൾക്ക് ആഫ്രിക്കൻ തീരങ്ങളിൽ കടൽ കൊള്ളക്കാർക്കെതിരെ പ്രവർത്തിക്കാനോ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പട്രോളിംഗ് നടത്താനോ ഇന്ത്യയുടെ കൊച്ചി, മുംബൈ, ചെന്നൈ പോർട്ടുകളും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സൗകര്യങ്ങളും ഉപയോഗിക്കാം.
ഇത് അവരുടെ സമയവും ഇന്ധനവും വലിയ തോതിൽ ലാഭിക്കും. അതുപോലെ തന്നെ പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടക്കാനും ഇത് റഷ്യയെ സഹായിക്കും. യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുടെ മേളിൽ വലിയ ഉപരോധങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള പല പോർട്ടുകളിലും റഷ്യൻ സൈനിക കപ്പലുകൾക്ക് വിലക്കുണ്ട്. ഈ സാഹചര്യത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നായ ഇന്ത്യയുടെ തുറമുഖങ്ങൾ നിയമപരമായി ഉപയോഗിക്കാൻ കഴിയുന്നത് റഷ്യയ്ക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. അതുപോലെ ഇതിനെ ഒരു നയതന്ത്ര വിജയം എന്നും വേണമെങ്കിൽ കാണാം. അതായത് അമേരിക്കയുമായിട്ട് ഇന്ത്യ അടുത്ത കാലത്ത് വളരെ ശക്തമായ പ്രതിരോധ ബന്ധമാണ് പുലർത്തുന്നത്. എന്നാൽ റിലോസ് ഒപ്പുവെച്ചതിലൂടെ ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയം ആരുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നില്ലെന്നും റഷ്യ തങ്ങളുടെ വിശ്വസ്ത പങ്കാളിയെ തുടരുന്നു എന്നും ലോകത്തിന് മുമ്പിൽ തെളിയിക്കപ്പെട്ടു. പലരും പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, റഷ്യയ്ക്ക് ചൈനയുമായിട്ട് സമാനമായ കരാറുണ്ടോ? ഇന്ത്യയുടെ ഈ നീക്കം അവരെ എങ്ങനെ ബാധിക്കും? റഷ്യയും ചൈനയും തമ്മിൽ ഔദ്യോഗികമായി ഒരു സൈനിക സഖ്യം ഇല്ല. അവർ തങ്ങളുടെ ബന്ധത്തെ സഖ്യകക്ഷികളല്ല, എന്നാൽ സഖ്യകക്ഷികളെക്കാൾ മികച്ചത് എന്നാണ് ഔദ്യോഗികമായിട്ട് വിശേഷിപ്പിക്കുന്നത്. അവരൊരുമിച്ച് നാവിക വ്യോമ അഭ്യാസങ്ങളും ജോയിൻറ്റ് പട്രോളിങ്ങും എല്ലാം നടത്താറുണ്ട്. എന്നാൽ ഇന്ത്യയുമായിട്ട് ഒപ്പുവെച്ചതുപോലെയുള്ള വളരെ കൃത്യമായ കണക്കുകൾ വ്യക്തമാക്കുന്ന ഒരു ലോജിസ്റ്റിക്സ് കരാർ റഷ്യയും ചൈനയും തമ്മിൽ പരസ്യപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ ഉപയോഗിച്ച് രണ്ട് കാര്യങ്ങളാണ് ലക്ഷ്യമിടുന്നത്. ഒന്നാമത്തേത് ചൈനയ്ക്കുള്ള ഒരു സന്ദേശം തന്നെയാണ്. അതായത് റഷ്യയുമായിട്ട് ചൈന എത്രത്തോളം അടുത്താലും ഇന്ത്യക്ക് റഷ്യയിലുള്ള സ്വാധീനവും പ്രവേശനവും കുറയില്ല എന്ന് ചൈനയെ ബോധ്യപ്പെടുത്തുക. രണ്ടാമതായിട്ട് ഒരു ബാലൻസിങ് ആക്ട്. ഇന്ത്യ ഒരു വശത്ത് അമേരിക്കൻ നേതൃത്വത്തിലുള്ള ക്വാഡ് സഖ്യത്തിൻ്റെ ഭാഗമാകുമ്പോൾ തന്നെ മറുവശത്ത് റഷ്യയുമായിട്ടുള്ള താവളങ്ങൾ പങ്കിടുന്നതിലൂടെ ഇന്ത്യയുടെ മൾട്ടി അലൈൻമെൻറ്റ് നയം ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. ചൈനയുമായിട്ടൊരു പ്രതിസന്ധി ഉണ്ടായാൽ റഷ്യയുടെ നിഷ്പക്ഷത ഉറപ്പുവരുത്താനായിട്ട് ഇത്തരം കരാറുകൾ ഇന്ത്യയെ സഹായിക്കും. ഈ കരാർ ഒരു നിയമപരമായ രേഖയാണെങ്കിലും ഇതൊരിക്കലും ഒരു ഓപ്പൺ ടിക്കറ്റ് അല്ല. ഇതിലെ വ്യവസ്ഥകൾ വളരെ കൃത്യമാണ്. അതായത് കേസ് ബൈ കേസ് അടിസ്ഥാനത്തിലായിരിക്കും ഓരോ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുക. എന്ന് പറഞ്ഞാൽ ഈ കരാറുണ്ടെന്ന് കരുതി ഇന്ത്യയുടെയോ റഷ്യയുടെയോ സൈന്യത്തിന് എപ്പോൾ വേണമെങ്കിലും പങ്കാളി രാജ്യത്തിൻ്റെ താവളങ്ങളിൽ നേരിട്ട് കയറി ചെല്ലാൻ കഴിയില്ല. അതായത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് തോന്നിയാൽ ആതിഥേയ രാജ്യത്തിന് വേണമെങ്കിൽ ഏത് നിമിഷവും അനുമതി നിഷേധിക്കാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. അതുപോലെ തുടക്കത്തിൽ 5 വർഷത്തേക്കാണ് ഈ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. 5 വർഷത്തിന് ശേഷം ഇരു രാജ്യങ്ങൾക്കും സമ്മതമാണെങ്കിൽ മാത്രം ഇത് അടുത്ത 5 വർഷത്തേക്ക് കൂടി നീട്ടാം. ഒരു രാജ്യത്തിന് താല്പര്യമില്ലെങ്കിൽ അവിടെ വെച്ച് ഇത് റദ്ദാക്കുകയും ചെയ്യാം. ഇന്ത്യ ഒരിക്കലും വിദേശ സൈന്യത്തെ തങ്ങളുടെ മണ്ണിൽ സ്ഥിരമായിട്ട് താവളമടിക്കാൻ അനുവദിക്കാറില്ല. റിലോസ് കരാറും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇത് കേവലം താൽക്കാലിക സൈനിക വിന്യാസങ്ങൾക്ക്, അതായത് ടെമ്പററി ഡിപ്ലോയ്മെൻറ്റ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മൂന്നാമതൊരു രാജ്യത്തെ ആക്രമിക്കാനുള്ള ലക്ഷ്യത്തോടെ ഉള്ളതും അല്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യ റഷ്യ റിലോസ് കരാർ യുദ്ധസമയത്ത് റഷ്യൻ സൈനികരെ ഇന്ത്യക്കായിട്ട് തോക്കെടുക്കാൻ നിർബന്ധിക്കുന്ന ഒരു സഖ്യമല്ല. മറിച്ച് ഇന്ത്യൻ സൈന്യത്തിൻ്റെ കാര്യക്ഷമതയും ദീർഘദൂര ഓപ്പറേഷനുകൾ ചെയ്യാനുള്ള കഴിവുമെല്ലാം 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഒരു തന്ത്രപരമായ ചട്ടക്കൂടാണിത്. പാകിസ്ഥാനുമായിട്ടോ ചൈനയുമായിട്ടോ ഒരു സംഘർഷമുണ്ടായാൽ നമ്മുടെ റഷ്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾക്കും കപ്പലുകൾക്കും ആവശ്യമായ സ്പെയർ പാർട്സുകളും ഇന്ധനവും യാതൊരു തടസ്സവും ഇല്ലാതെ ലഭിക്കാനായിട്ട് ഈ കരാർ വഴിയൊരുക്കും. ലോകം മുഴുവൻ റഷ്യയെ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ പഴയകാല സുഹൃത്തിനെ നമ്മൾ കൈവിടില്ല എന്നുള്ള ഇന്ത്യയുടെ ഒരു ഉറച്ച നിലപാട് കൂടിയാണ് ഇത്. സുഹൃത്തുക്കളെ, റിലോസ് കരാറിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമായി എന്ന് വിശ്വസിക്കുന്നു. പ്രതിരോധ ജിയോപൊളിറ്റിക്സ് മേഖലകളിലെ കൂടുതൽ വ്യക്തവും ആഴത്തിലുമുള്ളതുമായ ഇത്തരം വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു മികച്ച വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.